ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ചതായി പരാതി. കാഞ്ചിയാർ മുരിങ്ങാട്ടുകുടി സ്വദേശി ഗീതു ജോമോനാണ് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ചത്. ഇത് സംബന്ധിച്ച് വീട്ടുകാർ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. ജൂലൈ 25-ാം തീയതി ഉച്ചയോടെയാണ് ഗീതുവിനെ പനിയെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർ പരിശോധിച്ച് മരുന്ന് നൽകി മടക്കി അയച്ചു. പിന്നീട് രാത്രി 9 മണിയോടെ ശരീരവേദനയും പനിയും കൂടി വീണ്ടും ആശുപത്രിയിലെത്തി. വേദനയ്ക്കുള്ള കുത്തിവയ്പ് എടുത്ത ശേഷം ഗീതുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അല്പസമയത്തിനു ശേഷം ശ്വാസതടസ്സം അനുഭവപ്പെട്ട ഗീതു പുലർച്ചെ 2:30 മരിച്ചു. ആരോഗ്യസ്ഥിതി വഷളായിട്ടും പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ലെന്നും മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും ഗീതുവിന്റെ ഭർത്താവ് ജോമോൻ പറഞ്ഞു. ശരീരവേദന കൂടി കഴിഞ്ഞപ്പം ഞാൻ നേഴ്സിനോട് പോയി പറഞ്ഞു, പിന്നെ വല്ല ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുറഞ്ഞൊന്നുമില്ല, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് കരയുക എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇഞ്ചക്ഷൻ എടുത്തിട്ട് 1/2 മണിക്കൂർ പോലും ആയില്ലല്ലോ, അത് കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ ആഴ്ചയുടെ കഴിയട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞും ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു എന്നോട് പറഞ്ഞു. അതും ഞാൻ പോയി പറഞ്ഞു. അന്നേരം സിസ്റ്റർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അന്നേരം എല്ലാം ഞങ്ങൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണോ, ശരീരവേദന കുറവൊന്നുമില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ചോദിക്കുന്നു. തങ്ങളുടെ കുടുംബത്തിനുണ്ടായ ദുരവസ്ഥ ഇനി മറ്റാർക്കും ഉണ്ടാകരുതെന്നും മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഗീതുവിന്റെ അമ്മ ഗീത ആവശ്യപ്പെട്ടു. പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിയ ആശുപത്രികളിൽ പോയി, ഞങ്ങളുടെ കുഞ്ഞു പോയി, ഇനി ആർക്കും ഇങ്ങനെ വരരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ നിൽക്കുന്നത്, അതുങ്ങളവിടെ ആര് സമാധാനം പറയും? ഇപ്പം ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് അതുങ്ങൾ കളിച്ച് നടക്കുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അപ്രകാരമാകും. അമൃത ന്യൂസ്, ഇടുക്കി.